ആ മേഡം വരും മേഡം. ഡാടാ ഇരിക്കാറ മാറുന്ന മാന്യമാര് സംസാരിക്കണം. മിണ്ടാതിരിക്കടാ. മലയാളം അറിയാൻ പാടില്ല, ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഞാൻ സംസാരിക്കാം. മാഡം വേർ യു വാണ്ട് ടു ഗോ? കൂത്തമ്പലത്തിലേക്ക്. കൊള്ളാലേ വീഡിയോ. വാ ഇങ്ങോട്ട് താ മേഡം, ഞാൻ എടുത്ത് വയ്ക്കാം. മാഡത്തിന് ഇംഗ്ലീഷ് അറിയില്ല വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മംഗ്ലീഷൊക്കെ പറഞ്ഞു. ഇരിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എൻ്റെ പേര് മെലീന, ഫ്രാൻസിൽ നിന്ന് വരാ. എനിക്ക് സൂപ്രണ്ടിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കൂ. താങ്ക് യു. ഹലോ, രാഘവൻ നായരോടൊന്ന് വരാൻ പറയൂ. സൂപ്പറിനെ കാണാമെന്നാ? അതെ. വരൂ. എന്നാ നിങ്ങൾ വല്ല സിനിമാറ്റിക് ഡാൻസും കളിപ്പിക്കേ. അതാണല്ലോ ഇപ്പോൾ ഫാഷൻ. അത് കാണാനാണല്ലോ ഇപ്പോൾ ആൾക്കൂട്ടം. അതാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപം. അല്ല പിന്നെ. ഒരാള് വരൂ. I'm Melina from Paris. പ്ലീസ് ബി സീറ്റഡ്. ഞാനൊരു കത്തയച്ചിരുന്നു, പഴയ ചില ആശാന്മാരെ കണ്ട് ചില വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. യെസ് ഐ റിമെമ്പർ ഇറ്റ്. ഏതോ ഒരു റിസർച്ച് വർക്ക് അല്ലേ? ഇവിടുത്തെ സീനിയർ ആൾക്കാരൊക്കെ അവിടെ തന്നെയാ. നിങ്ങളുടെ നാട്ടില്? ഇപ്പോഴത്തെ അല്ല, ഒരു 10-20 കൊല്ലം മുമ്പത്തെ. കേട്ടിട്ടുണ്ട്, ചിലരെ കുറിച്ച് അറിയാം, അത്ര തന്നെ. ഇതാ രാഘവൻ നായർക്ക് അറിയായിരിക്കാം. 30 കൊല്ലത്തിലധികമായി ഇവിടെയായിട്ട്. അറിയോ രാഘവൻ നായരെ, പഴയ ആശാന്മാരെ? പേര് കേട്ടവരൊക്കെ മരിച്ചു. ബാക്കിയുള്ളവർ 1-2 പേരുണ്ട്. 2 പേർക്കും തീരെ വയ്യാന്നാ കേട്ടത്. ഞാൻ കണ്ടിട്ടും കുറച്ചായി. മേ ബി ഹി ക്യാൻ ഹെൽപ്പ് മീ. ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും കേരളത്തിൽ. ഇനിയും വരാം. താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. ഹലോ, ഗോവിന്ദൻ ഹിയർ. ഞാൻ ഇനിയും വരാം രാഘവൻ നായരെ. കൂത്തമ്പലത്തിലെ പഴയ ആശാന്മാരെ കുറിച്ച് മാത്രമല്ല, അവരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ട്. ഇത് എന്താ ഇത്? എൻ്റെ ഒരു സന്തോഷത്തിനാ, വെച്ചോളൂ. ആയിരിക്കാം, കുട്ടിക്ക് സന്തോഷം. പക്ഷേ ഇതിനൊക്കെ ഇവിടെ കൈക്കൂലി എന്നാ വ്യാഖ്യാനം. വയ്യ, റിട്ടയർഡ് ആവാൻ 3-4 മാസമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത്രയും വയ്യാവേലിക്കൊന്നും വയ്യാഞ്ഞിട്ടാ കുട്ടിയെ. ഞാൻ ഇത് ആരോടും പറയാൻ പോകുന്നില്ല. വെച്ചോളൂ. വരട്ടെ. I'll be a dream, I'll be a wish, I'll be a fantasy, I'll be a hope, I'll be a love, I'll be everything that you need. Today I met a wonderful person. Yes, a wonderful person. Unikrishnan. Unikrishnan.
ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത്തരത്തിലാ തന്റെ ആട്ടച്ച ഇനി രാവണി ഉണ്ടാവില്ല തന്റെ കൂടെ ആടാൻ. ഞാൻ സാഗരം ചൊന്നൂറ് മൊഴിയത് ഇവിടുത്തെ തോടകം പഠിക്കണ കുട്ടികൾ ഇതിനേക്കാൾ നന്നായിട്ട് ആടുകൂടോ. ശേഖര പണിക്കരാശൻ പറഞ്ഞ രീതിയിലാണ് ഞാനത് ആടിയത്. പറക്കാതെ പഠിപ്പിച്ചോ തന്റെ ആശാൻ. ഒരു ശേഖര പണിക്കരാശാൻ എന്തിനാടോ ഇങ്ങനെ വേഷം കെട്ടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം? തനിക്കെന്താ രണ്ട് കൊമ്പും തുമ്പി കൈയുണ്ടോ? രണ്ടല്ലോ ശപ്പട്ടെ, രണ്ടല്ല. രാവണിയാരുടെ കീഴിങ്ങനെ കൊമ്പ് നാലുണ്ടാവും, ചിലപ്പോ എട്ടും. കൊമ്പുണ്ടെങ്കിലേ കയ്യിൽ വെച്ചാ മതി, കുത്താൻ വരണ്ട. ഞങ്ങളുടെയൊക്കെ കുറല് കുത്തി ഞാൻ കൊന്നിരിക്കും. എന്താ ഇത്? ആൾക്കാർ അറിഞ്ഞ എന്ത് മോശമായത്? കൂത്തമ്പലത്തിലെ രണ്ട് ആശാന്മാര് രാവിലെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാച്ച. അത് ഇയാളോടാ പറയണ്ടേ? ഇപ്പൊ വാദി പ്രതിയോ? മതി ആശാനെ. എടോ, വേഷം നന്നാവില്ല വെച്ചാല് വീട്ടിലിരുന്ന് വല്ല കുട്ടികളെ മുദ്ര പിടിപ്പിക്കുക. അതിനും വയ്യാച്ചാല് വല്ല ചായക്കടയും നടത്തണോ? ആട്ടക്കാരൻ നടക്കണം നീട്ടാൻ തോന്നി. ഏയ് ഉണ്ണിയേട്ടാ, എന്താ സേതു? എങ്ങനെ ഉണ്ടായിരുന്നു പിലാമന്തോളിലെ കളി? പെട്ടി ചുമക്കല് മാത്രമേ പണി ഉണ്ടാവുള്ളൂ എന്നാ കരുതിയ. അതല്ല, ചെറിയൊരു വേഷവും കിട്ടി. രാവണ്യാസന്റെ റെക്കമെൻഡേഷൻ. അതെന്തായാലും നന്നായി. ചെറിയ വേഷാന്നൊന്നും ഞാൻ നോക്കിയില്ല. അരങ്ങത്ത് ആശാന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റിയ തന്നെ ഭാഗ്യ. ഒന്നുമല്ല, ഉണ്ണിയേട്ടൻ ഒരു കാലത്ത് ഈ ആശാമാരെ കാട്ടിലുമൊക്കെ വലിയൊരു മഹാനടനാവും. ഒരു ഇന്റർനാഷണൽ ഫിഗർ. അത്രയ്ക്ക് വല്ല സ്വപ്നക്കെട്ടുകളൊന്നും പേര് നടക്കാറില്ല ഞാൻ. എന്തെങ്കിലും നല്ല രണ്ട് വേഷങ്ങൾ ആടണമെന്നുണ്ട്. ഇനിയിപ്പോൾ അതും ഇല്ലാച്ചാ ഒട്ടും മനസ്താപം ഉണ്ടാവില്ല. ഒന്നും തരായില്ലെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ ശാന്തിക്കാരനാവാന്ന് അച്ഛൻ പറയാറ്. 3 നേരം ആഹാരം കിട്ടും. രാവിലെ ഗണപതി പ്രാതലിന്റെ പ്രസാദം, ഉച്ചയ്ക്ക് പടച്ചോറ്, വൈകുന്നേരം 2 അപ്പം. ശിവന്റെ അമ്പലത്തിലെ 2 അപ്പം കഴിച്ചാൽ അത്താഴം കനായിട്ട് കിടക്കുന്ന അത്രയ്ക്ക് വലുതാ. ഉണ്ണിയേട്ടൻ അറിഞ്ഞോ, ഒരു മദാമ വന്നുണ്ട് കഥകളി പഠിക്കാൻ. മദാമയോ? ആ, ഒരു ഫ്രഞ്ചുകാരി. നല്ല ആളുടെ അടുത്താ ചെന്ന് പെട്ടിരിക്കണ. ശേഖര പണിക്കരാശാന്റെ അടുത്ത്. വളരെ നെയ്യെടുത്തോളാ. ഇനി മെയ് സാധകം, കൈ സാധകം, ഉഴിച്ചിൽ ഒക്കെ ആവാം.